ഇന്നൊരു മരീചികയാകുന്ന ഒരു വിഷയമാണ് ആത്മീയമായ മധുരം എന്നത്. മധുരണ്ട്, പഞ്ചസാരന്റെ മധുരം, പക്ഷെ ആത്മീയമായ മധുരമില്ല. നിസ്കരിച്ചിട്ട് മധുരം തോന്നുന്നില്ല, ദിക്റിലിട്ട് മധുരം തോന്നുന്നില്ല. ദിക്റ് ചൊല്ലിയ മധുരം ഉണ്ടാകണമെങ്കിൽ ഭൗതിക എന്തും ഉള്ളിൽ കൊടുക്കണം. അപ്പം മധുരം പോയ പോക്ക് വേറെ വഴിയിലൂടെയാണ്. അതുപോലെ എല്ലാ വിഷയവും അങ്ങനെ തന്നെയാണ്. ശാപ്പാടിന്റെ പിന്തുണ ഉണ്ടെങ്കിൽ പരിപാടികളൊക്കെ വിജയിക്കുന്നൊരു കാലഘട്ടമാണിത്. എന്താ കാരണം? എല്ലാം ഈ ആത്മീയമായ മധുരങ്ങളിൽ നിന്ന് മനുഷ്യൻ പുറകോട്ടടിച്ചു പോയി. ഒരു കാലത്ത് ആത്മീയ വിഷയങ്ങൾക്ക് വല്ലാത്ത മധുരമുണ്ടായിരുന്നു, നിസ്കാരങ്ങൾക്ക് മധുരമുള്ള കാലഘട്ടമുണ്ടായിരുന്നു. എല്ലാ ആരാധനകൾക്കും അല്ലാഹു തആല വലിയ മധുരം വെച്ചു കൊടുത്തിട്ടുണ്ട്. ആ മധുരം അനുഭവിക്കുന്നതിൽ നിന്ന് മനുഷ്യനെ തടഞ്ഞു നിർത്തുന്ന പ്രവണതകളാണ് മനുഷ്യന്റെ അവയവങ്ങൾ കാട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ ഹദീസിൽ നിന്ന് നാം പഠിക്കേണ്ടത്. എന്താണ് നബി തങ്ങൾ പറഞ്ഞ ഹദീസിന്റെ സാരം? ഇന്നൻ നദറ ഇലാ മഹാസിനിൽ മർഅതി, ഒരു പെണ്ണിന്റെ അഴകുകളിലേക്ക് നോക്കുക എന്ന് പറയുന്നത്, ദർശിക്കുക എന്ന് പറയുന്നത് ദർശനങ്ങളുടെ ഏറ്റവും വലിയ ദർശനങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും വലിയ പിടുത്തം കിട്ടാത്തൊരു വിഷയമാണ് ചെറുപ്പക്കാരികളെ ദർശിക്കുക എന്നതുകൊണ്ടാണ് അത് പറഞ്ഞത്. ഹറാമായ ദർശനം വെറും പെണ്ണുങ്ങളെ നോക്കല് മാത്രമല്ല, സർവസാധാരണമായും വളരെ കൂടുതലായും ദർശനത്തിന്റെ വിഷയത്തിൽ പ്രതിക്കൂട്ടിലാകുന്ന ദർശനം അത് സ്ത്രീകളെ ദർശിക്കുക എന്ന വിഷയമായതുകൊണ്ടാണ് അത് പ്രത്യേകമായി ഹദീസിൽ എടുത്തു പറഞ്ഞത്. എന്നാൽ പെണ്ണ് എന്ന് പ്രത്യേകം പറയാതെ വേറെ ചില റിപ്പോർട്ടിൽ അങ്ങനെയും വന്നിട്ടുണ്ട്. അന്നദറത്തു സഹമും മസ്മൂമും മിൻ സിഹാമി ഇബ്ലീസ്, ദർശനം എന്ന് പറയുന്നത് അവിടെ പെണ്ണ് എന്ന് പറഞ്ഞിട്ടില്ല, പ്രയോഗിച്ചിട്ടില്ല. ദർശനം എന്ന് പറയുന്നത് പിശാചിന്റെ വശത്തിലൂട്ടപ്പെട്ട അമ്പുകളിൽ നിന്നുള്ള ഒരു അമ്പാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന മോമിനീങ്ങളെ, ഒരു കാര്യം നാം മനസ്സിലാക്കണം. നാം ഈ ഓതിക്കൊണ്ടിരിക്കുന്നതും ഈ കേട്ടുകൊണ്ടിരിക്കുന്നതും നമ്മുടെ മനുഷ്യ സൃഷ്ടിയായ കലാമുകളല്ല. എന്ന് പറഞ്ഞാൽ ഈ സന്ദേശം മനുഷ്യ സൃഷ്ടിയല്ല. ഈ സന്ദേശം, ഈ മെസ്സേജ് നൽകുന്നത് നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ് നൽകുന്ന മെസ്സേജല്ല, ഇന്ത്യൻ ഭരണകൂടം നൽകുന്ന മെസ്സേജല്ല. അതിലെല്ലാം കുറവുകൾ ഉണ്ടാകും. ഭരണകർത്താക്കളിൽ ഭരണഘടനകൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകും. എന്നാൽ മാറ്റത്തിന് വിധേയമല്ലാത്ത അള്ളാഹുവിന്റെ സന്ദേശമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ ദൂതരാണല്ലോ ഇത് നമുക്ക് പറഞ്ഞു തരുന്നത്. ആ ദൂതരെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് മാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യുഹാ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുന്ന സന്ദേശം അത് അള്ളാഹുവിന്റെ സന്ദേശമാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു ഹറാമായ ദർശനം അത് പിശാചിന്റെ ഒരു വശത്തിലൂട്ടപ്പെട്ട അമ്പാണ് എന്നത് ഇലാഹിയായ മെസ്സേജാണ്, അല്ലാഹു തആല പഠിപ്പിച്ചു തരുന്ന മെസ്സേജാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ വാക്കായി പറഞ്ഞു എന്ന് മാത്രം, നബി തങ്ങളുടെ വകയായി പറയില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ സ്ഥിതിക്ക് അല്ലാഹു തആല പഠിപ്പിച്ചു തരുന്നൊരു സത്യമാണ്. പിശാചിന്റെ വശത്തിലൂട്ടപ്പെട്ട അമ്പുകളിൽപ്പെട്ട ഒരു അമ്പാണ് ദർശനം. ഇൻഷാ അല്ലാഹ് അത് മൊത്തത്തിൽ പിശാചിന്റെ അമ്പുകളെ കുറിച്ചുള്ള ചെറിയ പഠനം നമുക്ക് സൗകര്യപ്പെട്ടാൽ നടത്തണം. അപ്പൊ നമുക്ക് ബോധ്യപ്പെടും പിശാച് എങ്ങനെയാണ് മനുഷ്യനെ വശത്താക്കുന്നത്. പിശാചിന്റെ വശത്തിലൂട്ടപ്പെട്ട കുറെ അമ്പുകൾ അവന്റെ കൈവശമുണ്ട്. അമ്പ് എന്തിനാ ഉപയോഗിക്കാറുള്ളത്? ഒരു വേട്ടമൃഗത്തെ എയ്തു വീഴ്ത്താനാണല്ലോ അമ്പ്, അല്ലേ? മരത്തിന്റെ മുകളിൽ ഒരു പക്ഷി ഇരിപ്പുണ്ട്, പക്ഷിയെ കിട്ടാനൊരു വകുപ്പില്ല. കാരണം നമ്മളങ്ങോട്ട് കയറുമ്പോഴേക്ക് പക്ഷി പറന്നു പോകും. പക്ഷേ വേട്ടയാളൻ അതിനെ തന്ത്രപൂർവ്വം വശത്താക്കി പിടിക്കുന്നത് നമുക്ക് കാണാം, അല്ലെങ്കിൽ നാം കേട്ടുപരിചയമുണ്ട്, നമുക്ക് അനുഭവമുണ്ട്, അല്ലേ? അത് ഒരു അമ്പെടുത്ത് അതിനെ എയ്യുന്നു, അത് താഴെ വീഴുന്നു. നോക്കൂ നിങ്ങള്, മരത്തിന്റെ മുകളിൽ ഇരിക്കുന്ന പക്ഷിയെ വേട്ടയാടന്റെ ചട്ടിയിലാക്കിയത് എന്താണ്? ആ വേട്ടയാടന്റെ കയ്യിലുള്ള അമ്പാണെങ്കിൽ. ഇതുപോലെ പള്ളിയിലിരിക്കുന്ന മനുഷ്യനാണെങ്കിലും പുരയിലിരിക്കുന്ന മനുഷ്യനാണെങ്കിലും വേട്ടയാളനാകുന്ന പിശാച് വന്നിട്ട്
അമ്പ് എയ്യുമ്പോൾ ആ അമ്പിൽ പെട്ടുകൊണ്ട് മനുഷ്യൻ അമ്പിൽ കുടുങ്ങിക്കൊണ്ട് പിശാചിന്റെ ചട്ടിയിലേക്ക് മനുഷ്യൻ വീണുപോകുന്നു. അതിന് പിശാചിന്റെ കയ്യിൽ അമ്പ് വേണം. അമ്പ് കൊടുക്കേണ്ടതും ആരാണ്? ഇവിടെ അതാണ് അത്ഭുതം. ഈ അമ്പ് സൗകര്യം ചെയ്തു കൊടുത്തത് സത്യത്തിൽ വേട്ടമൃഗമായി ഇബ്ലീസിന്റെ മുന്നിൽ നിൽക്കുന്ന മനുഷ്യമക്കള് തന്നെയാണ്. അഥവാ മനുഷ്യൻ ചെയ്യുന്ന നോട്ടമാണ്. ഈ നോട്ടം പിശാചിന്റെ തന്ത്രമാണ്. അവന്റെ അമ്പാണ്. പഠിപ്പിക്കുന്നത് ആരാണ്? അല്ലാഹുവിന്റെ ഹബീബാണ്, അഥവാ അല്ലാഹുവിന്റെ മെസ്സേജാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഫമൻ തറക്കഹാ, അതുകൊണ്ട് ആ നോട്ടത്തെ ഒരാൾ കൈവെടിഞ്ഞാൽ, ആ നോട്ടം വേണ്ടെന്ന് വെച്ചാൽ. ഒരു ഹദീസിൽ കാണാം, നോട്ടം വേണ്ടെന്ന് വെക്കുന്നിടത്തൊരു ഡിമാൻഡുണ്ട്. എന്താണ് ആ ഡിമാൻഡ്? ഉസ്താദ് കാണുന്നുണ്ട്, നോക്കണ്ട, ആ നിലക്കാകാൻ പാടില്ല. കമ്മിറ്റിക്കാർ കാണുന്നുണ്ട്, ഇപ്പൊ നോക്കണ്ട, ആ നിലക്കാകാൻ പാടില്ല. ഭാര്യ കാണും, നോക്കണ്ട, ആ നിലക്കാകാൻ പാടില്ല. പിന്നെയോ ഖൗഫം മിനല്ലാഹ്, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് നോട്ടം ഉപേക്ഷിക്കണം. എന്റെ ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങളെ, റസൂലുള്ളാഹി പറയുന്നു, അങ്ങനെ ഒരാള് ഒരു ഹറാമായ നോട്ടത്തിന് ചാൻസ് കിട്ടിയിട്ട്, ഒരു ഹറാമായ സൗന്ദര്യം കാണാൻ ചാൻസ് കിട്ടിയിട്ട്, ഒരു ഹറാമായ ഔറത്ത് കാണാൻ ചാൻസ് കിട്ടിയിട്ട് അങ്ങോട്ട് നോക്കാതെ എന്തുകൊണ്ട് നോക്കിയില്ല? എന്റെ യജമാനൻ അത് അറിയുമല്ലോ, പരലോകത്ത് ഞാൻ കുടുങ്ങുമല്ലോ എന്ന് പേടിച്ചതിന്റെ പേരിൽ ആ നോട്ടത്തിനെ നിയന്ത്രിച്ചാൽ, അവൻ കണ്ണിനെ പിൻവലിച്ചാൽ അവന് കൊടുക്കുന്ന ഓഫർ എന്താണ്? അല്ലാഹു തആല ഇബാദത്തിൻ തസുറുഹു, അവന്റെ മനസ്സിനെ ആനന്ദത്തിന്റെ കൊടുമുടിയിലെത്തിക്കാൻ പറ്റുന്ന മധുരതരമായ ആരാധനയുടെ മാധുര്യം അവനെ അല്ലാഹു രുചിപ്പിക്കും. ആരാധനയുടെ മധുരം അവനെ അല്ലാഹു രുചിപ്പിക്കും എന്നാ പറയുന്നത്. നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്. ഇത് ബഹുമാനപ്പെട്ട ഔസാദി ഇമാം ഈ ഹദീസ് കൊണ്ടുവന്നിട്ട് അദ്ദേഹം പറയാണ്, വഇൻ ബജദ അന്ന ഹലാവത്തൽ ഇബാദത്തി വലദ്ദത്തൽ മുനാജാത്തി മിനൽ ആബിദീന ബിമക്കാനിൻ സുബ്ഹാനല്ലാഹ് വഹാദാ ശൈഉൻ മുജറബുൻ അലിമഹു വതഹഖഖഹു മൻ അമില ബിഹി. ബഹുമാനപ്പെട്ടവർ പറയാണ്, ഇത് പ്രാക്ടിക്കലായി പരിശോധിച്ചറിഞ്ഞ യാഥാർത്ഥ്യമാണ്. ഇതൊന്നും വെറുതെ പുറംപോക്ക് പറയുകയല്ല, ഒരു നേരം പോക്കായി പറയുകയല്ല. ഇതെല്ലാം പരിശോധിച്ചറിഞ്ഞു കിട്ടിയ യാഥാർത്ഥ്യമാണ്. അറിയേണ്ടവർ ആ വിഷയം അറിഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇത് വെറും ഒരു പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യമല്ല. ഈ റസൂലുള്ളാഹി പറഞ്ഞു എന്ന് മാത്രമല്ല, അത് പ്രാക്ടിക്കലായി പരിശോധിച്ചറിഞ്ഞ കാര്യമാണ്. കണ്ടോ? അന്നഹു ഇദം തനാഅനി നദരി ഇലാ മാ ലാ യഅനി യജിദു ലദ്ദത്തൻ ലിൽ ഇബാദത്തി വഹലാവ. അവൻ ആവശ്യമില്ലാത്ത അനാവശ്യങ്ങളിലേക്ക് നോക്കുന്നതിൽ നിന്ന് കണ്ണിനെ പിൻവലിച്ചാൽ ആരാധനയ്ക്ക് മധുരമുണ്ടാകും. എന്റെ ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, വിശുദ്ധ റമളാനല്ലേ, 5 ദിവസമായില്ലേ, ഇനി ഏറിക്കഴിഞ്ഞാൽ 25 ദിവസമല്ലേ. നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച ഹദീസിന്റെ യാഥാർത്ഥ്യം പുലരുന്നുണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാക്കാമല്ലോ. ഒന്ന് പരീക്ഷിച്ചു നോക്ക്. ആരാധനയുടെ മധുരം കിട്ടാത്തതിന്റെ പേരിൽ എത്ര പേരാണ് ആരാധനകളിൽ നിന്ന് പിൻവലിയാൻ ശ്രമിക്കുന്നത്? അല്ലേ? ആരാധനയുടെ മധുരം കിട്ടാത്തതിന്റെ പേരിൽ എത്ര ആളുകളാണ് ഇതിൽ നിന്ന് പിൻവലിയാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്? നമ്മൾ കാണുന്നില്ലേ? ആരാധനയോട് താല്പര്യം വരുന്നില്ല. എന്തുകൊണ്ട്? മധുരമറിയുന്നില്ല. നമുക്ക് ലഡുവും ജിലേബിയും തിന്നാൻ ഇതുപോലെ ഒരു വയൽ കെട്ടേണ്ട ആവശ്യമില്ല. അല്ലേ? റമളാൻ 30 ദിവസം എല്ലായിടത്തും വയലാണ്. മസ്അല വയൽ മാത്ര അല്ല, ആരാധനകളെ പ്രോത്സാഹിപ്പിക്കുന്ന വയലുകളാണ്. നോക്കി നിങ്ങള്, ബേക്കറി പലഹാരം കൊണ്ടുവന്ന് വെച്ചാൽ അവിടെ ഉസ്താദന്മാർ എഴുന്നേറ്റ് വയല് പറയേണ്ടി വരുമോ? സാധാരണ ഒരു കാലഘട്ടത്തിലും സംഭവിക്കാറില്ല.
മനുഷ്യന്മാരെല്ലാവരും കൂടി വിളിച്ചു വരുത്തി, സഹോദരന്മാരെ ദയവ് ചെയ്തിട്ട് കണ്ടില്ലേ ഇരിക്കുന്ന സാധനങ്ങൾ ഇതെല്ലാവരും കഴിക്കണം കേട്ടോ, കുറേശ്ശെ നിങ്ങൾക്കിത് കഴിച്ചാൽ ഇന്നാലിന്ന നേട്ടമുണ്ട് എന്നൊക്കെ പറഞ്ഞ് വയല് പറയണോ? വയല് പറയണ്ട. എന്താ കാരണം? അതിനോട് മധുരമുണ്ട്, പക്ഷെ ആരാധനകളോട് പലപ്പോഴും മധുരമില്ല. അതുകൊണ്ട് ഉസ്താദുമാര് ശക്തമായി വയല് പറയേണ്ടി വരികയാണ്, അല്ലേ? എന്നാൽ ഇങ്ങനെ വയല് പറയേണ്ട ആവശ്യമില്ലാത്ത വിധം അല്ലാഹുവിന്റെ ആരാധനകളോട് മനുഷ്യന് മധുരമുണ്ടാകും. പക്ഷേ അവൻ ചെയ്യേണ്ട പണി എന്താണ്? ഹറാമായ നോട്ടത്തിന് ചാൻസ് കിട്ടണം. എന്നിട്ടോ അല്ലാഹുവിന്റെ കോടതിയെ ഭയപ്പെടണം. എന്നിട്ടോ അതിന്റെ പേരിൽ അവന്റെ കണ്ണിനെ പിൻവലിക്കണം. ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്. വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. അല്ല, എന്താണ്? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, അല്ലേ? വിശുദ്ധ ഖുർആൻ സൂറത്തുർ റഹ്മാനിൽ അല്ലാഹു പഠിപ്പിച്ചില്ലേ? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. യജമാനനായ റബ്ബിന്റെ കോടതിയെ ഭയപ്പെട്ട കക്ഷികൾക്ക് 2 സ്വർഗമുണ്ട്. അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ പലരും അതിനർത്ഥം കൊടുത്തു, അല്ലേ? ഈഖാദുൽ ഹിമം നോക്കിയാൽ കാണാൻ കഴിയും, ഇർഷാദുൽ ആഫ്രി നോക്കിയാൽ കാണാൻ കഴിയും. പല ഗ്രന്ഥങ്ങളിലും ആ 2 സ്വർഗമേതാണ് എന്ന് ചർച്ച ചെയ്ത് ചെറുത്ത് പറഞ്ഞു. ഒരു സ്വർഗം അത് ദുനിയാവിൽ കൊടുക്കുന്ന സ്വർഗമാണ്. എന്നിട്ട് മഹാന്മാര് പറഞ്ഞു, ആ സ്വർഗം കിട്ടിയാൽ പിന്നീട് ആഖിറത്തിന്റെ സ്വർഗത്തിന് വരെ അവന് താല്പര്യമുണ്ടാവുകയില്ല. അത് ഏതാണ് ദുനിയാവിൽ കിട്ടുന്ന സ്വർഗം? അത് അല്ലാഹു തആലയെ കുറിച്ച് ആത്മജ്ഞാനമുണ്ടാകലോടുകൂടെ മധുരമായി അല്ലാഹുവോട് മുനാജാത്ത് നടത്തുക. അല്ലാഹു ആരാണ് എന്ന് മനസ്സിലാക്കിയിട്ട് സുജൂദിൽ വീണിട്ട് ആ മഹബൂബായ അല്ലാഹുവിനോട് ഇങ്ങനെ കുറച്ചിങ്ങനെ സംസാരിക്കുമ്പം മുനാജാത്ത് ചെയ്യുമ്പോണ്ടാകുന്ന മധുരം, അതൊരു സ്വർഗമാണ്. ആ സ്വർഗത്തെ കുറിച്ച് ചർച്ച ചെയ്തിട്ട് മഹാന്മാര് പറഞ്ഞത്, സുബ്ഹാനല്ലാഹ് ഫലറകഅതും മിൻ ആരിഫിൻ ഹിയ അഫ്ളലു മിൻ അൽഫിഹാ മിൻ ആലിമിൻ ഫതഖബ്ബലാ. ആത്മജ്ഞാനികൾക്ക് കിട്ടിയ മധുരം അതാണ്. ആത്മജ്ഞാനിയായ മനുഷ്യന്റെ 1 റക്അത്ത് നിസ്കാരം അത് 1000 റക്അത്തുകളെ മറ്റുള്ളവർ നിസ്കരിക്കുന്നതിനേക്കാളും ഏറ്റവും ശ്രേഷ്ഠമാണ്. കാരണം അവൻ നിസ്കരിക്കുന്ന നിസ്കാരം അത്രയും മധുരമുള്ള നിസ്കാരമാണ്. യാ ഹബീബൽ ഖുലൂബി അൻതൽ ഹബീബു അൻത ഉൻസി വഅൻത മിന്നി ഖരീബു. ആ മുനാജാത്ത് ചെയ്യാൻ വേണ്ടി വീണുകിടക്കുന്ന, സുജൂദിൽ വീണുകിടക്കുന്നത് ഏത് പ്രിയതമന്റെ മുമ്പിലാണെന്നറിയാമോ? ഏത് പ്രേമബിന്ദുവിന്റെ മുമ്പിലാണെന്നറിയാമോ? യാ ഹബീബൽ ഖുലൂബ്, ഹൃദയത്തിന്റെ പ്രിയതമാ, ഹൃദയങ്ങളുടെ പ്രിയങ്കരമേ, ഹൃദയങ്ങളുടെ പ്രേമബിന്ദുവേ, അന്തൽ ഹബീബു, നീയാണ് എന്റെ പ്രിയതമൻ. വഴിയെ കാണുന്ന സൗന്ദര്യങ്ങൾക്ക് പിന്നിൽ പോകാൻ ഞാൻ എന്റെ പിരാന്തനാണോ? നീ വിലക്കിയതിന്റെ പിറകിൽ എന്റെ കണ്ണിനെ നിയന്ത്രണമില്ലാതെ പിന്നിൽ തുടർത്തു വിടാൻ മാത്രം ഞാനെന്തോ മാനസിക രോഗിയാണോ? നീയാണ് എന്റെ ഹബീബ്, നീയാണ് എന്റെ പ്രിയതമൻ, എന്റെ പ്രിയങ്കരൻ. അന്ത ഉൻസീ, വഴിയിൽ കാണുന്ന സൗന്ദര്യവതിയായ പെൺകുട്ടിയെ കണ്ടപ്പോൾ എനിക്ക് കമാൻഡ് അടിക്കാൻ തോന്നിപ്പോയല്ലേ? ഒരിക്കലുമില്ല. നീ എന്റെ ഉൻസാണ് അല്ലാഹ്, നീ എന്റെ ഹോബിയാണ്, നീ എന്റെ ഹോബിയാണ്. വഅൻത മിന്നീ ഖരീബ്, നീ ഞാനുമായി അത്രയും അടുത്തു നിൽക്കുന്നു. ഇതേ ഗീതം നമ്മുടെ ചെറുപ്പക്കാര് അവരുടെ ഗേൾസ് ഫ്രണ്ടിനെ കൊണ്ടും അവരുടെ മൊബൈൽ ഫോണിലുള്ളവരെ കൊണ്ടൊക്കെ പാടാൻ
പറ്റിയ പാട്ടാണ്. പക്ഷെ ഇത് ആ പാട്ടല്ലോ. ഇത് യജമാനനായ അള്ളാഹുവിനെ പ്രേമിക്കുന്ന അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ പാടിയ പാട്ടാണ്. യാ ഹബീബൽ ഖുലൂബ്, ഏ ഹൃദയത്തിന്റെ പ്രിയതമാ, അന്തൽ ഹബീബ്, നീയാണ് എന്റെ ഹൃദയത്തിന്റെ പ്രേമബിന്ദു, അന്ത ഉൻസി, നീ എന്റെ ഹോബിയാണ്, എന്റെ വിനോദമാ. എനിക്കൊരു വെറി ഉണ്ടായാൽ അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, എനിക്കൊരു ടെൻഷൻ വന്നാൽ ഞാൻ ചെയ്യാറുള്ള പണി എന്താണ്? വേഗം 2 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി ഞാൻ അങ്ങ് എഴുന്നേൽക്കും, സുജൂദിലങ്ങ് വീഴും. അത് മധുരമാണ്. യജമാനനോട് പറഞ്ഞാൽ, താൻ മനസ്സുകൊണ്ട് പ്രണയിക്കുന്ന പ്രേമസഖിയോട് പറഞ്ഞാൽ എല്ലാ വിഷമങ്ങളും തീർന്നു പോകുന്ന ഭർത്താക്കളെ കുറിച്ച് നമുക്ക് കേൾക്കാറുണ്ട്. ഭാര്യമാർക്ക് തങ്ങളുടെ മനസ്സിൽ അല്ലലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും വന്നാൽ വിദേശത്തുള്ള ഭർത്താവിനെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിച്ചുകൊണ്ട് ഭർത്താവിനോട് പറഞ്ഞു തീർക്കുന്ന പ്രതീതികൾ നമുക്ക് അറിയാറുണ്ട്, കേൾക്കാറുണ്ട്, അല്ലേ? ഇതേ പ്രകാരം യജമാനനായ റബ്ബിന്റെ മുമ്പിലേക്ക് യജമാനനായ റബ്ബിന്റെ പ്രേമികളായ ആളുകൾ വീഴുന്നു, റബ്ബിനോട് പറയുന്നു, മുനാജാത്ത് നടത്തുന്നു, സങ്കടം പറയുന്നു, സങ്കടം ബോധിപ്പിക്കുന്നു. അതോടുകൂടെ പ്രശ്നം പരിഹാരമാകുന്നു. എന്താ കാരണം? ആ മുനാജാത്തിന് രസമുണ്ട്. അന്ത ഉൻസി വ അന്ത മിന്നീ ഖരീബ്, നീ എന്റെ ഹോബിയാണ്. ഈ ഒരു ഹോബി എന്തുകൊണ്ട് സഹോദരന്മാരെ ഈ വർത്തമാന കാലത്ത് നമുക്ക് കിട്ടുന്നില്ല? അത് പോകുന്ന വഴി നമ്മൾ പഠിച്ചില്ലേ? ഹറാമ് കണ്ടിട്ടാ നിസ്കരിക്കാൻ കയറാൻ വരുന്നത്. പള്ളിയിലേക്ക് വരുമ്പോൾ തന്നെ ഹറാമ് കണ്ടുകൊണ്ടാ വരുന്നത്, അല്ലേ? പള്ളിയിൽ വന്ന് ഇരുന്നാലും ചിലപ്പോൾ സൗന്ദര്യബാലന്മാരെയോ മറ്റോ കാണുമ്പോൾ അവിടേക്ക് കണ്ണുകൊണ്ട് കട്ടുനോക്കിയിട്ടും മറ്റുമൊക്കെ ഹറാമ് ചെയ്യുകയാണ്. എങ്ങനെ നമുക്ക് ലഭ്യമാകും? അപ്പൊ കണ്ണിന്റെ കൺട്രോളിനെ ബഹുമാനപ്പെട്ടവർ പഠിപ്പിച്ചു തരുന്ന രണ്ടാമത്തെ ഒരു അടിസ്ഥാനം അതാണ്. രണ്ടാമത്തെ അടിസ്ഥാനം ആരാധനകൾക്ക് ടേസ്റ്റ് കിട്ടാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് പരീക്ഷിച്ചറിയാൻ ഒരു വലിയ വസ്തുതയാണ് ഇത്. നമുക്ക് ചിലപ്പോൾ ഹറാമായ ചാൻസുകൾ വരുന്നതിന് പേടിയാണ്. അതങ്ങനെ തന്നെ വേണ്ടത്, പേടിക്കണം. പ്രത്യേകിച്ച് റമദാനിലൊക്കെ പേടിക്കണം. പക്ഷേ ഹറാമുകൾക്ക് ചാൻസ് ഉണ്ടായാൽ അവിടെ ഭാഗ്യം കൊയ്യുന്നവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ. അതെങ്ങനെയാണെന്ന് അതാണ് ഞാൻ പറയുന്നത്. ഹറാമിന് ചാൻസ് കിട്ടും. ഹറാമിനെ തൊട്ട് പേടിച്ച് ഓടിയിട്ട് ഹറാമിന്റെ സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നത് അതൊരു തഖ്വയാണ്. പക്ഷേ ഹറാമിന്റെ സാഹചര്യങ്ങൾക്കിടയിൽ ജീവിക്കാൻ വകുപ്പുണ്ടായിട്ടും ആ ഹറാമുകളിലേക്ക് പ്രവേശിക്കാതെ ശരീരത്തെ കടിഞ്ഞാണിടുന്ന മനുഷ്യനാണ് ഭാഗ്യശാലി. അതാണ് ഈ ഹദീസിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. നോക്ക്, നിങ്ങള് പള്ളിയിലിരിക്കുന്ന മുത്താലിമും പള്ളിയിലിരിക്കുന്ന ആലിമും അയാൾക്ക് കിട്ടുന്നതിനേക്കാളും കൂടുതൽ തഖ്വ വേണമെന്ന് വിചാരിച്ചാൽ പുറത്തിറങ്ങിപ്പോകുന്ന സാധാരണക്കാരന് കിട്ടും. പുറത്തിറങ്ങിപ്പോകുന്ന സാധാരണക്കാരൻ ഒരുപാട് ഹറാമുകൾ കാണാനും ഒരുപാട് ഹറാമുകൾ കേൾക്കാനും ഒരുപാട് ഹറാമുകൾ ചെയ്യാനും ഒരുപാട് ഹറാമുകൾ പറയാനുമെല്ലാം ചാൻസ് ഉള്ള അന്തരീക്ഷത്തിലാണ്. അവൻ കലാലയത്തിലേക്ക് പോകുമ്പോൾ, അവൻ തൊഴിൽ മേഖലകളിലേക്ക് പോകുമ്പോൾ, അവൻ ബിസിനസ്സിന് പോകുമ്പോൾ, സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ പല ഘട്ടങ്ങളിലേക്ക് സാധാരണക്കാരനായ ആളുകൾ നടന്നു നീങ്ങുമ്പോൾ തന്നെ നേരിടുന്നത് മുഴുവനും ഹറാമുകളാണ്. ഹറാമ് കാണേണ്ടി വരികയാണ്. ആ സമയത്ത് അവൻ ശരീരത്തെ ഹറാമിൽ നിന്ന് പിൻവലിപ്പിച്ച് പരിശീലിപ്പിക്കുന്നു. ഇത് ഏറ്റവും വലിയ തഖ്വയാണ്. അവിടെയാണ് അവൻ അഅ്ബുദന്നാസാകുന്നത്, ഏറ്റവും വലിയ ആരാധകൻ ആയിത്തീരുന്നത്. അല്ലാഹു തആല നമുക്ക് ഭാഗ്യം തരട്ടെ കേട്ടോ. ഇതുകൊണ്ടല്ലേ മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞത്, കാട്ടിൽ പോയിരിക്കുന്ന വലിയാണോ നാട്ടിൽ താമസിക്കുന്ന വലിയാണോ ഏറ്റവും കൂടുതൽ പ്രാധാന്യവാൻ? നാട്ടിൽ താമസിച്ച് പൊരുത്തക്കേട് ചെയ്യുന്ന ആളെ കുറിച്ചല്ല പറയുന്നത്.
കാട്ടിലേക്ക് പോയി. ഓനെ കുറിച്ച് ഭീരു എന്നാണ് മഹാന്മാർ പറഞ്ഞത്. ഭീരുവാണെന്ന്, പേടിത്തൊണ്ടനാണ്. കാരണം എന്താണ്? ഒരു സിംഹം മുന്നിൽ വന്നാൽ സിംഹത്തിനോട് പോരാടാൻ കഴിയണം. അവൻ ധൈര്യവാനാണ്. സിംഹം വരുന്ന് പേടിച്ചിട്ട് വീട്ടിന്റെ ഉള്ളിൽ വാതിലടച്ച് പൂട്ടിയിരിക്കുന്നവൻ ഭീരു എന്ന് പറയാ. ഭീരുവാണ് അല്ലേ? സിംഹം എന്നുള്ളതൊരു എക്സാമ്പിൾ പറഞ്ഞതാ. സിംഹത്തിന്റെ മുന്നിൽ ചാടി വീണിട്ടും സിംഹത്തിന്റെ കടിയേൽക്കാതെ സിംഹത്തിനോട് ചേർത്ത് നിൽക്കാൻ കഴിവുള്ളവൻ അവൻ ധൈര്യശാലിയാണ്. ഇതേ പ്രകാരം മനുഷ്യൻ ധൈര്യശാലിയാകും. ഏത് ഹറാമ് തന്നെ തേടി വന്നാലും എന്റെ മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന സൗന്ദര്യത്തിന്റെ മകുടോദാഹരണമാണ് ആ പോകുന്നത് എങ്കിൽ പോലും അതിലേക്ക് നോക്കാതെ ശരീരത്തെ പിടിച്ചു നിർത്താൻ കഴിവുള്ളവൻ. അങ്ങനെ സാധാരണക്കാർക്കിടയിൽ ജീവിച്ചിട്ടും ഹറാമുകൾക്ക് സാഹചര്യമുണ്ടായിട്ടും ആ സാഹചര്യങ്ങൾക്കിടയിൽ നിന്ന് ഓടിയകന്ന് സാഹചര്യമേ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് കാട്ടിൽ പോയിരിക്കുക, അതൊരു തഖ്വയാണ്. എന്നാൽ സാഹചര്യമുണ്ടായാലും ഞാൻ തഖ്വ കൊണ്ട് നേരിടും എന്ന നിലയ്ക്ക് തഖ്വ സംഭരണത്തിലും ഈമാൻ വാങ്ങിക്കൂട്ടുന്നതിനും ശക്തമായ പ്രവർത്തനം പ്രവർത്തിച്ചിട്ട് കഠിനാധ്വാനം ചെയ്തിട്ട് ഹറാമുകളേതിനെയും ചെറുത്തു തോൽപ്പിക്കാൻ കഴിവുള്ളവനാണ് ശരിയായ ധൈര്യശാലി. ഇതാണ് ബഹുമാനപ്പെട്ട അമ്പിയാക്കളുടെ ശൈലി. ഇതാണ് ബഹുമാനപ്പെട്ട സ്വഹാബത്തിന്റെ ശൈലി. സ്വഹാബത്ത് കല്യാണം കഴിച്ചു. എന്നാൽ കല്യാണം കഴിക്കാത്ത ധാരാളം ആളുകളുണ്ട്. കല്യാണം കഴിച്ചാൽ ഭാര്യയുമായി കുടുംബജീവിതം നയിക്കുമ്പോൾ ഒരുപാട് തെറ്റുകൾക്ക് സാഹചര്യമുണ്ടാകും. ആ സാഹചര്യം വേണ്ട എന്ന നിലയ്ക്ക് കല്യാണം ഉപേക്ഷിച്ചവർ ധാരാളമുണ്ട്. അവർ കല്യാണം കഴിക്കാതെ വൈകാരികമായി വല്ലതിലേക്കും വീണുപോകുമോ എന്ന് പേടിച്ച് കാട്ടിലേക്ക് ഓടിപ്പോയി. എന്നാൽ സ്വഹാബത്ത് കല്യാണം കഴിച്ചു. സ്വഹാബത്തിന്റെ ഭാര്യമാരുണ്ടായി, സ്വഹാബത്തിന് കുട്ടികളുണ്ടായി. തെറ്റുകൾക്ക് സാഹചര്യം ധാരാളമുണ്ട്. പക്ഷേ أولئك الذين امتحن الله قلوبهم للتقوى. സാഹചര്യം തെറ്റുകൾക്കുണ്ടായിക്കോട്ടെ, തെറ്റ് ചെയ്യൂല, ഞാൻ മുത്തഖിയാണ് എന്ന് പ്രഖ്യാപിക്കാൻ കഴിയുന്ന മർത്തബയിലേക്ക് അവരുടെ ഹൃദയത്തെ അവർ പരിപാലിച്ചു കൊണ്ടുവന്നു. ഇതാണ് സ്വഹാബത്തിന്റെ വിജയം അല്ലേ? ആ ഒരു പരിപാലനത്തിനാണ് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത് ഖൗഫൻ മിനല്ലാഹ്, ഖൗഫൻ മിനല്ലാഹ്. കാരണം ശരീരം എന്ന് പറഞ്ഞ സാധനം ആള് അറുവഷണം സാധന. ശരീരം എന്ന് പറഞ്ഞാൽ അറുവഷണം സാധന. എനിക്ക് വിശ്വസിക്കാൻ വയ്യ. ഇന്ന നഫ്സല അമ്മാറ മൂപ്പര് ഏത് പെൺകുട്ടിയും കാണാനില്ലാതെ പിന്നെ ഓടുക. കാണേണ്ടതിന്റെ പിന്നിൽ ഓടാൻ ശരീരം സമ്മതിക്കത്തില്ല. കാണാൻ പാടില്ലാത്തതിന്റെ പിന്നിൽ ഓടാൻ ശരീരം മത്സരിക്കും. ഇത് ശരീരത്തിന്റെ പ്രത്യേകതയാണ്. ആ സമയത്ത് അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ. ആ സൗന്ദര്യത്തിന്റെ പിന്നിൽ ഓടുന്ന ശരീരത്തെ തടയാൻ അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി, റബ്ബിന്റെ കോടതി വരാനുണ്ടെന്ന പേടി അവന്റെ മനസ്സിൽ അവൻ നിറച്ചു വെക്കണം. അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. അവിടെയാണ് എന്റെ ശബ്ദം കേൾക്കുന്ന മോമിനീങ്ങളെ ആലിമീങ്ങൾ വിജയിച്ചത് കേട്ടോ. അവിടെയാണ് ആലിമീങ്ങൾ വിജയിച്ചത്. ശരീരത്തെ തളച്ചിടണമെങ്കിൽ ശരീരത്തിന്റെ സ്വഭാവം വിശുദ്ധ ഖുർആനാ പറയുന്നത്. നമ്മളല്ല, ശരീരമാകുന്ന ഈ ഉപഭോഗ വസ്തുവിനെ, ശരീരമാകുന്ന ഈ ഉൽപ്പന്നത്തെ സൃഷ്ടിച്ച സൃഷ്ടാവാണ് പറയുന്നത്. ഇന്ന നഫ്സല അമ്മാറത്തും ബിസ്സൂഅ്. ശരീരം തിന്മകളെ ധാരാളം ഉത്ബോധിപ്പിക്കുന്ന പ്രതിഭാസമുള്ള സാധനമാണ്. ആ ശരീരത്തെ പിടിച്ചു കെട്ടാൻ അല്ലാഹു തആല തന്നെയാണ് മരുന്ന് പറയേണ്ടത്. ആ അല്ലാഹു മരുന്ന് പറഞ്ഞു, വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ. ഹറാമുകൾക്ക് പിന്നിൽ ഓടിപ്പോകുന്ന ശരീരത്തെ തളച്ചിടാൻ
റബ്ബിന്റെ കോടതിയെ പേടിക്കണം. അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇവിടെയാണ് പണ്ഡിതന്മാർ വിജയിച്ചത്. എങ്ങനെ? ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. നിശ്ചയമായും ആ പേടി, ശരിയായ പേടി, ആ പേടിക്കുന്ന വിഭാഗം അത് പണ്ഡിതന്മാര് മാത്രമാണ്. ഞാൻ അർത്ഥം വെച്ചെടുത്ത് പെശക് പറ്റിയോ? ഇല്ല. ഉസ്താദുമാരോട് ചോദിച്ചു നോക്കൂ. ഇന്നമാ എന്ന വാക്കിന്റെ അർത്ഥം മുതഅല്ലിമീങ്ങൾ തന്നെ പറഞ്ഞു തരും. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. നിശ്ചയമായും അല്ലാഹുവിന്റെ അടിമകളിൽ നിന്ന് അല്ലാഹുവിനെ ഭയപ്പെടുന്നവർ അൽ ഉലമാ മാത്രമാണ്. അൽ ഉലമാ ആണ്, അല്ലാതെ ഉലമാന്റെ വേഷമണിഞ്ഞവരല്ല. അൽ ഉലമാ ആകണം. അല്ലാഹുവിനെ കുറിച്ച്, അല്ലാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച്, അല്ലാഹുവിന്റെ പ്രകൃതിയെക്കുറിച്ച്, അല്ലാഹുവിന്റെ കഴിവുകളെ കുറിച്ച് എല്ലാം പഠിച്ചിട്ടുള്ള അല്ലാഹുവിന്റെ ആരിഫീങ്ങളായ ആലിമീങ്ങളുണ്ടോ അവരാണ് വിജയം കൈവരിച്ചവര്. കാരണം അവര് മാത്രമാണ് അല്ലാഹുവിനെ ഭയപ്പെടുന്നവർ. ഭയപ്പെടുമ്പോൾ ശരീരത്തെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നു. അത് ഭയപ്പാടിന്റെ തോതനുസരിച്ചുണ്ടാവും. കൺട്രോളിന്റെ തോത് ഭയപ്പാട് എത്ര ശക്തമാണോ അതിനനുസരിച്ചിട്ടുണ്ടാവും, അല്ലേ? മഹാനായ യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അല്ലേ? രണ്ടുപേരും കുടുംബക്കാരാണ്, അല്ലേ? സുബ്ഹാനല്ലാഹ്. ഒരു ദിവസം രണ്ടു കൂട്ടരും കൂടെ നടന്നു പോകുന്ന സമയത്ത് യഹ്യാ നബി ഒരു പെണ്ണുമായി കൂട്ടിമുട്ടിപ്പോയി. ഒരു പെണ്ണിന്റെ ശരീരത്തിൽ മുട്ടിപ്പോയി, അത്രേ ഉള്ളൂ. കൂട്ടിമുട്ടാണെന്ന് പറഞ്ഞാൽ ശരിയാവില്ല, മുട്ടിപ്പോയി. മഹാനായ അല്ലാമൽ വാസിത്തി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മജ്മുഉൽ അഹ്ബാബിൽ കാലം പറയുന്നുണ്ട്. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഈസാ നബി ചോദിച്ചു, മാദാ ഫഅൽത, എന്റെ കുടുംബക്കാരാ നിങ്ങൾ എന്താണ് ചെയ്തത്? ഞാനെന്ത് ചെയ്തു? സ്വതം തമ്പ്രാത്താൻ, നിങ്ങളൊരു പെണ്ണിനെ മുട്ടിയില്ലേ? സുബ്ഹാനല്ലാഹ്, ഞാൻ പെണ്ണിനെ മുട്ടിയെന്നോ ഞാൻ അറിഞ്ഞിട്ടില്ല. നീ അറിഞ്ഞിട്ടില്ലേ? ഫഅൈന ഖൽബുക, നിന്റെ കൽബ് എവിടെയാണ്? നീ അറിഞ്ഞില്ല എന്ന് പറയാൻ? നിന്റെ ഹൃദയം എന്റെ കൂടല്ലേ, പിന്നെ അറിഞ്ഞില്ല എന്ന് പറയുന്നത്? സുബ്ഹാനല്ലാഹ്. ഖൽബി, എന്റെ കൽബ് മുഅല്ലഖും ബി അർശിർ റഹ്മാൻ, റഹ്മാനായ റബ്ബിന്റെ അർശുമായി കണക്റ്റഡാണ്. കണ്ടോ, അവരൊക്കെ അങ്ങനെയാണ് ജീവിച്ചു പോയത്. അവരുടെ എല്ലാം കൽബ് നശിച്ച ദുനിയാവിന്റെ മേൽ മേയാൻ വിട്ടുകൊടുത്തില്ല. അവരുടെ ഹൃദയത്തെ ദുനിയാവിനെ പണയം വെച്ച് കൊടുത്തില്ല. അവരുടെ ഹൃദയം അവർ അല്ലാഹുവിന് വിട്ടുകൊടുത്തു. പെണ്ണുമായി മുട്ടിയത് പോലും അറിഞ്ഞില്ല എങ്കിൽ ഒരു പെണ്ണിനെ തീരെ ശ്രദ്ധിച്ചില്ല എന്നല്ലേ സഹോദരന്മാരെ ആ പറഞ്ഞതിന്റെ അർത്ഥം? വഴിയിൽ പോകുമ്പോഴേക്ക് പെണ്ണ് നമ്മളെ മുട്ടണ്ട, പെണ്ണിന്റെ ഒരു രൂപമാണെന്ന് നേല് കണ്ടാൽ പോലും പേടിപ്പിടിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഒരു പെണ്ണുമായി അറിയാതെ മുട്ടിപ്പോയിട്ട് പോലും അറിയാത്ത മനുഷ്യനാണ് ബഹുമാനപ്പെട്ട യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, അല്ലേ? നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്, വല്ലാത്തൊരു മഹാനാണ്. എന്താ കാരണം? ചുരുക്കി പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഭയപ്പാട് സൃഷ്ടിച്ച് കണ്ണിനെ ഹറാമുകളിൽ നിന്നും പിൻവലിച്ച് പരിശീലിക്കാൻ പറ്റിയ നല്ല ഒരു സമയമാണ് നമ്മുടെ ഈ വിശുദ്ധ റമദാൻ. ഇത് നിങ്ങൾ ചെയ്തു നോക്കൂ. അല്ലാഹുവിന്റെ കോടതി പേടിച്ചുകൊണ്ട് മാത്രം കണ്ണിനെ ഹറാമിൽ നിന്നും തടഞ്ഞു നിർത്തി പരിശോധിച്ചു നോക്കൂ. തീർച്ചയായിട്ടും നമ്മുടെ നിസ്കാരത്തിന് മധുരമുണ്ടാകും, നമ്മുടെ ദിക്റിന് മധുരമുണ്ടാകും, നാം ഇത്തിക്കാഫിരിക്കുന്നതിന് മധുരമുണ്ടാവും, നാം ഇൽമിന്റെ സദസ്സിൽ പങ്കെടുക്കുന്നതിന് മധുരമുണ്ടാവും. മറ്റൊരു ഇൽമിന്റെ സദസ്സിൽ പങ്കെടുക്കണമെങ്കിൽ ഉസ്താദ് ഒന്ന് വന്ന് ക്ഷണിക്കണം, കമ്മിറ്റിക്കാർ ഫോണിൽ വിളിക്കണം, പിന്നെ അതിന് പുറമെ മൂപ്പരെ കൊണ്ടെന്തെങ്കിലും ഉദ്ഘാടനം ചെയ്യിപ്പിക്കണം. അപ്പോഴൊക്കെ മൂപ്പരെന്താവും? ഇൽമിന്റെ സദസ്സിൽ പങ്കെടുക്കും. ഇതൊന്നും വേണ്ട. നിങ്ങൾ നോക്ക്, 10-25 കൊല്ലം മുമ്പേ നമ്മുടെ നാടുകളിൽ ഒരു ഇൽമിന്റെ സദസ്സുണ്ടായാൽ ആ നാട്ടിൽ ഏതെങ്കിലും ഒരു വീട്ടുകാർ ആ സദസ്സിൽ പങ്കെടുക്കാത്തവരുണ്ടോ? എല്ലാവർക്കും മധുരമാണ്. അന്ന് അനൗൺസ്മെന്റ് ഇല്ല, അന്ന് അനൗൺസ്മെന്റുകളുടെ വേലിയേറ്റങ്ങളില്ല.
മധുരമൂറുന്ന മോഡൽ നോട്ടീസുകളും ഫ്ലക്സുകളുമില്ല. 1960-70 ഉള്ളിലുള്ള ഒരു വർഷത്തൊരു നോട്ടീസ് എന്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ കുറെ അത് സൂക്ഷിച്ചു വെച്ചിരുന്നു. ഇപ്പം കാണുന്നില്ല. വലിയ രസാ നോട്ടീസ് വായിക്കാൻ. അന്നത്തെ കാലത്തുള്ളൊരു നോട്ടീസ്, അത് വല്ലാത്തൊരു നോട്ടീസാണ്. 40 ദിവസക്കാലം വയല് പറയുന്നൊരു ശൈലി പഴയ കാലത്തുണ്ടായിരുന്നു. ശുഗപുരം ഉസ്താദിനെ പോലുള്ള പണ്ഡിതന്മാർ വയല് പറയുമ്പോൾ പക്ഷെ മൈക്ക് സെറ്റ് ഉണ്ടാകുമായിരുന്നില്ല. സാധുവായ ഞാൻ തന്നെ ഒരു സ്ഥലത്ത് വയലിൽ പോയപ്പോൾ അവിടെ വെളിച്ചമുണ്ടായിരുന്നില്ല. പെട്രോമാക്സ് കത്തിച്ചു വെച്ച ഒരു സ്ഥലം നമ്മുടെ ആബിദ് സയ്യിദ് ഉസ്താദിന്റെ നാട്ടിന്റെ അടുത്താണ്. ആബിദ് സയ്യിദ് ഉസ്താദിന്റെ നാട്ടിലേക്കൊക്കെ ഇപ്പോൾ ഏകദേശം വെളിച്ചെത്തിയിട്ടുണ്ടാവും വിചാരിക്കണം. മുക്കം അവിടുന്ന് അങ്ങോട്ട് ബസ് കയറിയിട്ട് ഒരു സ്ഥലത്ത് പോയപ്പോ അവിടെ വയലിന് ഞാൻ തന്നെ പേടിച്ചു പോയി. പഠിച്ചോനെ എങ്ങോട്ട് തന്നെ കൊണ്ടുപോകുന്നു തോന്നിപ്പോ. ഇരുട്ടാണ്, കരണ്ട് എത്താത്ത മേഖലയാണെന്ന് തോന്നുന്നു. വയല് പറയുമ്പോൾ പെട്രോമാക്സ് ആണ് കത്തിച്ചു വെച്ചിട്ടുള്ളത്. ഒരു കാലഘട്ടം വയലിന്റെ സദസ്സുകൾ അങ്ങനെയായിരുന്നു. ഇപ്പോൾ മർക്കുറികളെ കൊണ്ടും വിവിധങ്ങളായ ലാമ്പുകളെ കൊണ്ടും വെളിച്ചം സമ്പൂർണമാണ്. മൈക്ക് സെറ്റുകൾ വിവിധ ശബ്ദങ്ങളിൽ വളരെ സജീവമാണ്. മനുഷ്യന്റെ 2 ശ്രവണപുടങ്ങളെയും തുളച്ച് കയറി മനുഷ്യന്റെ മസ്തിഷ്കത്തിലേക്ക് എത്തുന്ന രൂപത്തിലുള്ള അനൗൺസ്മെന്റുകൾ സജീവമാണ്. വാക്പയറ്റുകൾ സജീവമാണ്. എല്ലാമാണ്. പക്ഷേ വയല് കേൾക്കാൻ ആളുകൾക്ക് മനസ്സില്ല, മധുരമില്ല. കാരണം ഹറാമ് കണ്ട് കണ്ട് മനുഷ്യന്റെ മനസ്സ് തളർന്നുപോയി. ആത്മീയതക്ക് മനുഷ്യന് ചാൻസ് വരുന്നില്ല. ഒരു കാലഘട്ടത്തിൽ അല്ലാഹു മധുരം കൊടുത്ത വഴികളെല്ലാം ഇന്ന് അടഞ്ഞുപോയിരിക്കുന്നു. എനിക്കറിയാം എന്റെ ചെറുപ്പകാലഘട്ടത്തില് അന്ന് റോഡുകൾ തുലം കുറവാണ്. ചെത്തേ എന്ന് പറയും, ഇടവഴി എന്ന് പറയും അല്ലേ, അങ്ങനെയൊക്കെയുള്ള വഴികളായിരുന്നു. ആ വഴികളുടെ 2 ഭാഗത്തും ചെറിയ ഇടവഴിയാണ്. 3 അടിയോ 4 അടിയോ മാത്രം വീതിയുള്ള ചെറിയ വഴികളാണ്, ഇടവഴികളാണ്. അതിന്റെ 2 ഭാഗത്തും വേലികൾ, മുള്ളുകൾ നിറഞ്ഞ വേലികളാണ്. 2 പറമ്പുകാരുടെ വേലികൾ. അതിന്റെ ഇടയിലുള്ള ചെറിയ ഇടവഴികളിലൂടെ മനുഷ്യന്മാരെ നടന്നു പോകുന്ന സമയത്ത് തന്നെ ഒരു പുരുഷൻ നടന്നു വരുന്ന സമയത്ത് ഒരു ഉമ്മാമയാണ് ആ സമയത്ത് ഓപ്പോസിറ്റായി വരുന്നതെങ്കിൽ പോലും ആ ഉമ്മാമയെപ്പോലും കാണാനുള്ള ചാൻസ് ഈ പുരുഷന് ഇല്ല. അത് ഉമ്മാമയും അനുവദിക്കുകയില്ല, പുരുഷന്റെ മനസ്സും സമ്മതിക്കുകയില്ല. ഉമ്മാമ അന്ന് ഇതേപോലെ പർദ്ദകൾ സജീവമല്ലെങ്കിലും പർദ്ദയെപ്പോലെ മനുഷ്യനെ മറക്കാൻ പറ്റിയ നല്ല വലിയ തട്ടമുണ്ട് കൊണ്ട്, വലിയ നീണ്ട തട്ടമാണ്. ആ തട്ടം കൊണ്ട് തലയിൽ പൊതിച്ചിട്ടുണ്ടാകും. അത് മുഖത്തേക്ക് തൂങ്ങി നിൽക്കുന്നുണ്ടാകും. ആ തട്ടം കൊണ്ട് ശരിക്കും മാറിട അങ്ങോട്ട് പൊതിഞ്ഞിട്ട് അതിന്റെ മുകളിൽ ഒരു കുട പിടിച്ചിട്ട് ആ കുടയെ ഈ പുരുഷന്റെ നേർക്ക് ഇങ്ങനെ മറച്ചു പിടിച്ചിട്ട് എന്തോ ഒരു ഭീകര സാധനം പോകുന്നത് പോലെ പുരുഷനെ കാണാനുള്ള ചാൻസ് കൊടുക്കാതെ നടന്നു നീങ്ങുന്ന ഉമ്മമാരും ആ പെണ്ണ് ഏത് തരത്തിലുള്ളതാണെന്ന് അന്വേഷിക്കാൻ മെനക്കെടാതെ തല താഴ്ത്തി പോകുന്ന പുരുഷന്മാരുമുള്ള കാലഘട്ടം. ഫമൻ തറക്കഹാ ഖൗഫൻ മിനല്ലാഹി ആതാഹുല്ലാഹു ഹലാവതൻ ആതാഹുല്ലാഹു ഈമാനൻ യജിദു ഹലാവതാ ഫീ ഖൽബി. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഒരു ദർശനത്തിനുള്ള ചാൻസ് കിട്ടിയിട്ട്, ഹറാമായ ദർശനത്തിനുള്ള ചാൻസ് കിട്ടിയിട്ട് അല്ലാഹുവിന്റെ കോടതിയെ ഭയപ്പെട്ട ഒറ്റ കാരണത്താൽ ആ നോട്ടം നടത്താതെ കണ്ണിനെ തടഞ്ഞു നിർത്തിയതിന്റെ പേരിൽ ആത്മീയമായ മധുരം, ഈമാനികമായ വികസനം അവൻ അറിഞ്ഞേ തീരുവെന്ന് ശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇങ്ങനെ ഒരു 10 ചാൻസ് കിട്ടുന്ന മനുഷ്യന് 10 മധുരമാണ് വന്നു ചേരുന്നത്. ഒരു ദിവസം 20 ഹറാമ കാണാൻ ചാൻസ് ഉള്ള മനുഷ്യന് 20 മധുരമാണ്, ഈമാനികമായ മധുരമാണ്, ആത്മീയമായ മധുരമാണ് അവന്റെ മനസ്സിൽ കയറുന്നത്. ഈ മനുഷ്യനെ എങ്ങനെ നിസ്കാരത്തിൽ മധുരമില്ലാതിരിക്കുമോ?
ദിക്റിന് മധുരമില്ലാതിരിക്കുമോ? വയലിന് പോകാൻ മധുരമില്ലാതിരിക്കുമോ? നല്ലത് പ്രവർത്തിക്കാൻ താല്പര്യമില്ലാതിരിക്കുമോ? അങ്ങനെയുള്ള കാലഘട്ടത്തിൽ നല്ലതിനോട് താല്പര്യം ജനിക്കുകയും അവന്റെ മനസ്സിൽ നല്ലത് പ്രവർത്തിക്കുമ്പോൾ ഭയപ്പാട് ഉടലെടുക്കുകയും ആ ഭയപ്പാടിന്റെ പേരിൽ കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിക്കുകയും ചെയ്തു. അല്ലേ? ഇപ്പം വെള്ളിയാഴ്ച, അവസാനത്തെ വെള്ളിയാഴ്ച, റമളാനിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച ഇമാമ് ദാ കൂട്ടത്തൗബുണ്ട് കേട്ടോ എന്ന് പറയുമ്പോ ചില ആൾക്കാരെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക, ഞാൻ നീച്ചു പോയാൽ മോശമാവോ? വർഷത്തിലൊരിക്കലും തൗബ എല്ലാവരും കൂടി കുത്തിരിക്കാത്തൊരു മനുഷ്യനെ കുറിച്ച് പേരിടുവോ? ചിലർക്ക് ഇന്ന് നോക്കാം. ഒരു വിഭാഗം ആൾക്കാർ എന്ത് തൗബ, ഞാനൊപ്പം മതി കുറച്ച് ബാക്കി. വെള്ളിയാഴ്ച പള്ളികളിൽ അങ്ങനെയാണ്. നമ്മുടെ ഉമ്മമാരൊക്കെ ഈ അരി ചേരി നന്നാക്കാറുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പൊ ചേരി നന്നാക്കുന്ന സമയത്ത് ആദ്യം ഒന്ന് കുട്ടിയാല് പെട്ടെന്ന് പാറിപ്പോണ കുറെ ഉണ്ട്. കുറെ അതിൽ ചെറിയ 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 പൊടികളൊക്കെ വേമയം പാറിപ്പോ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അതൊക്കെ പാറിയതിനു ശേഷം പിന്നെ രണ്ടാമൊന്ന് കൊട്ടും. അപ്പൊ പിന്നെ കുറച്ചൊക്കെ കാനുള്ള സൈസ്, എന്നാലും തിന്നാൻ പറ്റൂല. അങ്ങനത്തെ പതിരുകൾ ഉണ്ടാവും. അത് പിന്നത്തേക്ക് പോകും. പിന്നെ ഒന്നും കൂടി പൊട്ടുമ്പോ ഇങ്ങനെ വേറൊക്കെ പറക്കൊന്നുമില്ല, എന്നാലും ഇങ്ങനെ വേറായിട്ട് നിൽക്കും, കാണും. അപ്പൊ അതിങ്ങനെ കൈകൊണ്ട് മെല്ലെ ഇങ്ങനെ നീക്കിയിട്ട് അത് പുറത്താക്കും. അവസാനം ചേരിട്ട് അരിയാണെന്ന, ചോറ് വെക്കാനുള്ള സാധനമാണെന്ന് ബോധ്യപ്പെടുന്ന അവസാനം ഇതേ പ്രകാരം വെള്ളിയാഴ്ച പള്ളിയിൽ ആദ്യം ഇമാമൻ സലാം വിട്ടിയ ഒറ്റ ചേറല, അതിൽ പറ്റേ തൂപ്പാനായ സാധനങ്ങൾക്ക് ഭൂന്നൊരൊറ്റ പോക്കാണ്. ചാക്കും കെട്ടുന്ന പൂച്ചന കഴിച്ചിട്ട് മധ്യന്നൊറ്റ ഓലെ പിന്നെ കാണൂല. അവർ വരുന്നത് തന്നെ വളരെ മന്ത്രിമാരമായിരിയാണ്, വളരെ തിരക്ക് പിടിച്ച ആളുകളാണ്. വരുന്നത് തന്നെ ഇമാമ ഇവിടുന്ന് ദ്വാരക്കാൻ തുടങ്ങുമ്പോഴാണ്. വന്ന് നിസ്കാരത്തിൽ പങ്കെടു ഭൂം സലാം വിട്ട് ഒറ്റ ചാട്ടം പോയി, ആദ്യത്തെ ചേറിൽ പോയി, തീർച്ചയായിട്ടും പോയി. പിന്നെ ഇമാമ് ദ്വാരന്ന് ദ്വാരക്കുമ്പോക്ക് ഒരു ടീം ഭൂം തന്നെയാണ് പോയി. പിന്നെ അവസാനം ദ്വായും ഒക്കെ കഴിഞ്ഞ് ഇമാമിന്റെ പ്രസംഗവും കഴിഞ്ഞ്, പ്രസംഗത്തിന്റെ ഇടയിൽ കുറെ എണ്ണം പോകും. എല്ലാം കഴിഞ്ഞ് ഇമാമ അവസാനം പ്രസംഗമൊക്കെ കഴിഞ്ഞ് സമാപിച്ച് ഇമാമിന്റെ കൈ പിടിച്ചു പോകുന്നവരുണ്ട്. അവരാണ് ശരിയായ അരിമണികൾ. എവിടെ നമ്മുടെ കാലത്ത് യദ്ഹബു സ്വാലിഹൂൻ അൽ-അവ്വലു ഫൽ-അവ്വലു ഫതബ്ഖാ ഹുഫാലത്തുൻ ലാ യുബാലിഹിമുല്ലാഹു ബലാ. അല്ലാഹുവിന്റെ ഹബീബ് എത്ര ഉദാഹരിച്ചാണ് പറയുന്നത്. സ്വാലിഹീങ്ങള് ഓരോന്നോരോന്നായി മരിച്ചു പോകും. സ്വാലിഹീങ്ങൾ ഓരോരുത്തരായി മരിച്ചിങ്ങനെ മരിച്ചു പോകും. അല്ലേ? മഹാരായ തേനുപ്പാപ്പ മരണപ്പെട്ടുപോയി, ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം മരണപ്പെട്ടുപോയി, ഉമർ ഖാദി മരണപ്പെട്ടുപോയി. സ്വാലിഹീങ്ങൾ ഓരോന്നോരോന്നായി മരണപ്പെട്ടു പോകും. പിന്നെ കുറെ കനമില്ലാത്ത ചണ്ടികൾ ഇവിടെ ശേഷിക്കും. ഗോതമ്പിന്റെ ചണ്ടികളെ പോലെ, ഈത്തപ്പഴങ്ങളുടെ കൂട്ടത്തിൽ ചുക്കിച്ചുളിഞ്ഞ ഒന്നിനും കൊള്ളാത്ത തെരുവ് ഈത്തപ്പഴങ്ങളെ പോലെ, ധാന്യങ്ങളിലുള്ള തെരുവുകളെ പോലെ ചില ചണ്ടികൾ ഇവിടെ ശേഷിക്കും. ലാ യുബാലിഹിമുല്ലാഹു ബാലാ. അവരെ അല്ലാഹു തആല ലെവലേശം മൈൻഡ് ചെയ്യില്ല. അവരെ ജൂതന്മാര് വന്ന് നശിപ്പിച്ചാലും, ക്രൈസ്ത്രീയര് വന്ന് നശിപ്പിച്ചാലും, ഏതൊക്കെ ഒലക്കപ്പുണ്ണാക്ക് വന്ന് നശിപ്പിച്ചാലും അല്ലാഹു അവരെ പ്രശ്നമാക്കിയിട്ടില്ല. കാരണം അവര് നാമധാരികൾ മാത്രമാണ്. സ്വാലിഹീങ്ങൾ മരിച്ചുപോയി. സഹോദരന്മാരെ, ആ സ്വലാഹിന്റെ പട്ടികയിലേക്ക്, കനമുണ്ടാകുന്ന പട്ടികയിലേക്ക്, തഖ്വയുടെ പട്ടികയിലേക്ക് വാ. നമുക്കൊന്ന് ശ്രമം നടത്താമല്ലോ. വിശുദ്ധ റമദാനിന്റെ പുണ്യകരമായ സമയങ്ങളാണ്, ശരിയായ മുഹൂർത്തങ്ങളാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ രണ്ടാമത്തെ അടിസ്ഥാനമാണ് നബി തങ്ങൾ പഠിപ്പിച്ചത്, ബഹുമാനപ്പെട്ട ഖുർആൻ ഇമാം പഠിപ്പിച്ചത്. നീ നിന്റെ കണ്ണിനെ സംരക്ഷിക്കാൻ, കണ്ണിനെ എന്തിനെ സംരക്ഷിക്കണം എന്ന ആ പാഠം നിന്റെ കയ്യിലുണ്ടാകുമ്പോഴാണ് നിന്റെ പ്രവർത്തനത്തിന് ഊക്കുകൂടുക.
ആ സംരക്ഷിക്കേണ്ട അനിവാര്യതയുടെ മേഖല പഠിക്കുമ്പോൾ ഒട്ടുമിക്ക ആളുകളും അഥവാ ആരാധനകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഈ വയതുകളെല്ലാം ഫലം ചെയ്യുകയുള്ളൂ. എല്ലാവരെ കുറിച്ചുമുള്ള പറച്ചിലല്ല. ഈമാൻ തീരെയുമില്ലാതെ വിളക്ക് പറ്റേ കെട്ടുപോയവരെ കുറിച്ച് നമുക്ക് സഹതപിക്കാനല്ലാതെ വേറെ മാർഗമില്ല. ഫദക്കിർ ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ. നബിയേ, അങ്ങ് ഉപദേശിക്കൂ. ഉപദേശം ഫലം ചെയ്യുന്ന വിഭാഗമാരാണ്? വിളക്ക് പറ്റേ കെട്ടുപോകാത്ത ഈമാനിന്റെ ശകലമുള്ളവർക്കെല്ലാം ഉപദേശം ഫലം ചെയ്യും. അതുകൊണ്ട് ഉപദേശിക്കൂ നബിയേ. അപ്പൊ കുറച്ചൊക്കെ നന്നാകണമെന്ന് താല്പര്യമുള്ള ഈമാനിന്റെ ശകലം ഉള്ള, അങ്ങനെയാണല്ലോ ഒരു മണ്ണെണ്ണ വിളക്ക്, അതിങ്ങനെ മണ്ണെണ്ണ തീർന്ന് കുറച്ചുള്ളൂ, അതിന്റെ വെളിച്ചം ഇപ്പം കെടും എന്ന അവസ്ഥത്തിന്റെ പൂർണ്ണമായി കെട്ടില്ല. അപ്പൊ വേണമെങ്കിൽ നമുക്ക് ആ വെളിച്ചത്തെ ഒന്ന് പരിപോഷിപ്പിക്കാം. എങ്ങനെ? അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. സമ്പൂർണമായി കെട്ടുപോയാലോ ഇനി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടും കാര്യമില്ല. എന്താ കാരണം? ഇനി രണ്ടാമത് തീ കത്തിക്കണം. ഇതുപോലെ ഈമാനാകുന്ന വിളക്ക്, വെളിച്ചം, ആ തീ അല്ലാഹു നമ്മുടെ മനസ്സിൽ നൽകിയിട്ടുണ്ട്, കത്തിച്ചു തന്നിട്ടുണ്ട്. ഇത് കെട്ടുപോകരുത്. പറ്റേ അണഞ്ഞു പോയാൽ കാര്യം അപകടമാണ്. പറ്റേ അണഞ്ഞു പോകാതെ ആ ഈമാനിനെ പച്ചപ്പിൽ നിലനിർത്താൻ ആവശ്യമായ മുൻകരുതൽ നടപടികളാണ് വിശുദ്ധ റമദാനിലൂടെ നാം സ്വീകരിക്കുന്നത്. അല്ലാഹു നമുക്ക് പൂർത്തീകരിച്ചു തരുമാറാകട്ടെ. റമദാനും കളഞ്ഞു കുളിച്ചു, എല്ലാം കളഞ്ഞു കുളിച്ചു, വെളിച്ചം പറ്റേ കെടുത്തിക്കളഞ്ഞു. അവന്റെ കാര്യത്തിൽ കരയുകയല്ലാതെ വേറെ മാർഗമില്ല. അല്ലാഹുവേ, ഞങ്ങളെ ആരെയും, ഞങ്ങൾ പെണ്ണിപ്പറയുന്നവരാരെയും നീ അത്തരം നിർഭാഗ്യവാന്മാരിൽ പെടുത്തരുതേ അല്ലാഹ്. സുബ്ഹാനല്ലാഹ്. മൂന്നാമത്തെ അടിസ്ഥാനം ബഹുമാനപ്പെട്ടവര് പറയുന്നു, അൽ അസ്ലു സാലിസു അൻ തൻദുറ ഇലാ കുല്ലി